വചനം ശ്രവിക്കുമ്പോൾ വചനം പറയുന്നത് എങ്ങനെയല്ലേ? അങ്ങയുടെ വചനം കണ്ടെത്തിയപ്പോൾ ഞാനത് ഭക്ഷിച്ചു. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 15 അധ്യായത്തിൽ പറയുന്നതാണ്. അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാനത് ഭക്ഷിച്ചു. അത് എന്റെ ഹൃദയത്തിന് ആനന്ദവും മനസ്സിന് സന്തോഷവും പ്രദാനം ചെയ്യും. ഓർക്കുക പ്രിയപ്പെട്ടവരെ, വചനം കണ്ടെത്തുമ്പോൾ അത് ഭക്ഷിക്കണം. ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്നതാണ്? വിഴുങ്ങരുത് എന്ന്. വിഴുങ്ങിയാല് അതിന്റെ രുചി അറിയാൻ പറ്റില്ല. ഏത് ഭക്ഷണ സാധനമായാലും. കർത്താവ് യേശുമിശിഹാ നമുക്ക് ശക്തിയുള്ള പല്ലുകൾ തന്നിരിക്കുന്നത് ഏത് ഭക്ഷണ സാധനവും കടിച്ച് ഇറക്കാനാണ്. അപ്പോഴാണ് അതിന്റെ രുചി മനസ്സിലാകുന്നത്. പ്രിയപ്പെട്ടവര്, വിഴുങ്ങുകയല്ല, വചനം വിഴുങ്ങുകയല്ല, അതാണ് പ്രവാചകൻ പറഞ്ഞത്. അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാനത് ഭക്ഷിച്ചു. അത് ഹൃദയത്തിന് ആനന്ദവും മനസ്സിന് സമാധാനവും പ്രദാനം ചെയ്തു. പ്രിയപ്പെട്ടവരെ, ദൈവവചനം മനസ്സിന് ആനന്ദം, ഹൃദയത്തിന് സമാധാനം പ്രദാനം ചെയ്യുന്നതാണ്. ഇന്ന് അങ്ങനെയുള്ള ഏറ്റവും ഹൃദ്യമായ ദൈവവചന ഭാഗവും അതിന്റെ വ്യാഖ്യാനവുമാണ് നമ്മൾ ശ്രവിക്കുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 18 35 മുതൽ 43 വരെയുള്ള വചനഭാഗങ്ങളാണ് നമ്മൾ ശ്രവിക്കുന്നത്. യേശു ജെറീക്കോയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയരികിൽ ഇരുന്ന് ഭിക്ഷയാചിക്കുന്നുണ്ടായിരുന്നു. ജനക്കൂട്ടം കടന്നുപോകുന്ന ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ അന്വേഷിച്ചു. നസ്രായനായ യേശു കടന്നു പോകുന്നു എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. മുൻപേ പോയിക്കൊണ്ടിരുന്നവർ നിശബ്ദനായിരിക്കാൻ പറഞ്ഞ് അവനെ ശകാരിച്ചു. അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചുകൊണ്ടിരുന്നു. യേശു അവിടെ നിന്നു അവനെ തന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ കൽപ്പിച്ചു. അവൻ അടുത്തു വന്നപ്പോൾ യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടെടുക്കണം. ഈശോ പറഞ്ഞു, നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിന്റെ പിന്നാലെ പോയി. ഇത് കണ്ട് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു. പ്രിയമുള്ളവരെ, അനേക പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിച്ച് വായിച്ച് ധ്യാനിച്ച് ശ്രവിച്ചിട്ടുള്ള വചനഭാഗമാണിത്. എന്നാൽ ദൈവവചനത്തിനൊരു സവിശേഷതയുണ്ട്. എത്ര പ്രാവശ്യം വായിക്കുന്നോ, എത്ര പ്രാവശ്യം ആ വചനം ധ്യാനിക്കുന്നോ, ആ വചനത്തെ മനസ്സിലിട്ടുകൊണ്ട് നടന്ന് ജീവിക്കുന്നോ, അത്രയേറെ ഉൾക്കാഴ്ചകൾ തന്ന് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. അതുകൊണ്ട് ദൈവവചനം എന്നും നിത്യനൂതനമാണ് എന്നാണ് നമ്മൾ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, നമ്മളെ ഈ വചനത്തെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് എന്നും പുതിയതായി കർത്താവ് തരുന്ന ആത്മീയ ചിന്തകൾ, ധ്യാനങ്ങൾ ഇങ്ങനെയാണ്. ഒരു കുരുടൻ വഴിയരികിൽ ഭിക്ഷയാചിക്കുന്നുണ്ടായിരുന്നു. എവിടെ ഇരിക്കുന്നെന്ന് ഓർക്കണം. വഴിയരികിൽ എന്ന് പറഞ്ഞാല് അതിന് ഒത്തിരിയേറെ അർത്ഥങ്ങളുണ്ട്. വഴിയരികിൽ ഇരിക്കുന്ന കുരുടൻ. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ സ്വന്തമാക്കാനോ കർത്താവിനെ അറിയാനോ സാധിക്കാത്ത എല്ലാവരുടെയും സ്ഥാനം അസ്ഥാനത്താണ്, അഥവാ വഴിയരികിലാണ്. പുറക്കേന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കറിയാം, വഴിയരിക എന്ന് പറഞ്ഞാൽ ഫുട്പാത്ത്. അത് നടക്കാനുള്ള സ്ഥലമാണ്, ഇരിക്കാനുള്ള സ്ഥലമാണ് അല്ല. ഇരിക്കാനുള്ള സ്ഥലമല്ല, അത് നടക്കാനുള്ള സ്ഥലമാണ്. കുരുടൻ അവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാല് കർത്താവിനെ അറിയാനും കർത്താവിനെ മനസ്സിലാക്കാനും കർത്താവിന്റെ സ്നേഹം അനുഭവിക്കാനും കർത്താവിനെ സ്വന്തമാക്കാനും പറ്റാത്തവരൊക്കെ ഒരു വിധത്തിൽ പറഞ്ഞാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വ്യക്തികളാണ്. അങ്ങനെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. പാർശ്വവൽക്കരിക്കപ്പെട്ടു, തഴയപ്പെട്ടു, എല്ലാ തരത്തിലും ഉപേക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ
അത് ഇന്നത്തെ കാലഘട്ടം പോലെ അത് ഈ സാമ്പത്തികമായിട്ടോ ഭൗതികമായ ഏതെങ്കിലും തരത്തിലല്ല അച്ഛൻ ഉദ്ദേശിക്കുന്നത്. കർത്താവിനെ അനുഭവിക്കാത്ത എല്ലാവരും, അത് സമ്പന്നരാകാം, മില്ലിനേഴ്സാകാം, ബില്ലിനേഴ്സാകാം, എല്ലാ സുഖങ്ങളും സുഖസൗകര്യങ്ങളും ഭൗതികമായിട്ടുള്ളവരാകാം. കർത്താവിനെ അനുഭവിച്ച് അറിയാതെ ജീവിക്കുന്ന എല്ലാ വ്യക്തികളും തന്നെ, ഓർക്കണം പ്രിയപ്പെട്ടവരെ, പാർശ്വവൽക്കരിക്കപ്പെട്ട തഴയപ്പെട്ട വ്യക്തികൾക്ക് തുല്യമാണ്. അതുകൊണ്ട് അവരൊക്കെ വഴിയരിയിലാണ് ഇരിക്കുന്നതെന്ന് ഓർക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും കർത്താവിശ്വസിയായ സ്വീകരിച്ച് സ്വന്തമാക്കി അവിടുത്തോടുകൂടി ജീവിക്കുമ്പോൾ നമ്മൾ വഴിയരികിൽ ഇരിക്കുന്നവരല്ല, നേരെ മറിച്ച് കർത്താവിനോട് കൂടെ ജീവിക്കുന്നവരാണ്. വലതുകരം ഉയർത്തി ഉറക്കെന്ന് പറഞ്ഞ് ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറയാം നമുക്ക് ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്ഥാനം എവിടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഏതെങ്കിലും തരത്തിൽ വഴിയരികിലാണെങ്കിൽ, എങ്ങനെയാണ് നമ്മുടെ സ്ഥാനം വഴിയരികിലായി പോണെന്ന്? ആ യാചകൻ അങ്ങനെയായി പോയത്, കാഴ്ച നഷ്ടപ്പെട്ടു, ആരും ഇല്ലാതായി. അപ്പോ കർത്താവിന്റെ സാന്നിധ്യം ഇല്ലാതാകുമ്പോഴും പരിശുദ്ധ മാതാവിന്റെ മാധ്യസ്ഥത്തിന്റെ ശക്തി അനുഭവിക്കാതാകുമ്പോഴും പ്രാർത്ഥനയിൽ ക്ഷയിച്ചു പോകുമ്പോഴും കുമ്പസാരം ഇല്ലാതെയും കുർബാന ഇല്ലാതെയും വചനവായന ഇല്ലാതെയും ആത്മീയമായ സുഹൃതങ്ങൾ ഒന്നുമില്ലാതെ ആയിത്തീരുമ്പം, അങ്ങനെയാകുമ്പോഴാണ് ഭിക്ഷക്കാരനായിത്തീരുന്ന ആത്മീയമായി ഭിക്ഷയാചിക്കേണ്ട അവസ്ഥയിൽ എത്തിച്ചേരുന്നത്. അങ്ങനെ ആത്മീയമായി ഭിക്ഷയാചിക്കേണ്ട ഗതികേടിലെത്തുമ്പോൾ ഓർക്കണം, അവരുടെ സ്ഥാനം അത് വഴിയരികിലാണ്. ഉറക്കെന്ന് പറയാൻ നമുക്ക് ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആത്മീയമായി ഭിക്ഷക്കാരാകരുത് നമ്മൾ, നേരെ മറിച്ച് ആത്മീയമായി സമ്പന്നരായിരിക്കണം നമ്മൾ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഭിക്ഷ യാചിക്കേണ്ട ആവശ്യമില്ല. കർത്താവിനെ സ്വന്തമാക്കുന്ന ഏതൊരു വ്യക്തികളും ആത്മീയമായി സമ്പന്നതയുടെ നിറവിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ ആത്മീയമായി സമ്പത്തുള്ളവരായിരിക്കണം, വചനത്താലും കൂദാശകളാലും നിറവുള്ള വ്യക്തികളായിത്തീരണം. ഉറക്കെന്ന് പറയാൻ നമുക്ക് ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞു വരുന്നത്, വഴിയരികിൽ ഇതാ കുരുടൻ വഴിയരികിൽ ഇരുന്ന് ഭിക്ഷ യാചിക്കുന്നുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ വചനം എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം, ഭിക്ഷ യാചിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിന് നമ്മൾ അതിനെ ഒന്ന് വ്യാഖ്യാനിക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ധ്യാനിച്ച് ആ വചനത്തെ സ്വന്തമാക്കുകയാണെങ്കിൽ, ഭിക്ഷ യാചിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആരാ ഭിക്ഷ യാചിക്കുന്നത്? ഒന്നുമില്ലാത്തവര്, ഭക്ഷണം കഴിക്കാൻ പോലും ഒന്നും ഇല്ലാത്തവരാണ്. ജോലി ചെയ്യാൻ വഴിയില്ല, ജോലി ചെയ്യാനുള്ള കെൽപ്പില്ല, അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലാത്തവർ ഭിക്ഷ യാചിക്കും. അപ്പൊ വഴിയരിയിൽ ഭിക്ഷ യാചിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രയും ഗതികേടിലായിട്ടാണ്, വേറെ ഒന്നുമില്ലാന്നിട്ടാ. അച്ഛന് ഹൃദയത്തെ തൊട്ട് പറയാനായിട്ടുള്ള ഒരു കാര്യം ഇതാണ്, ആത്മീയമായി നമ്മൾ ആരും ഭിക്ഷക്കാരാകരുത്. ആത്മീയ ജീവിതത്തിൽ നമ്മൾ ആരും ഭിക്ഷക്കാരാകരുത്. കാരണം ആത്മീയതയുടെ സുഭിക്ഷതയിലേക്കാണ് കർത്താവ് യേശുമിശിഹ എന്നെയും നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ആരും ആത്മീയമായി ഭിക്ഷക്കാരാകരുത്. പ്രിയപ്പെട്ടവരെ ഓർക്കണം, ഇന്ന് ബഹുമാനപ്പെട്ട ജോ പാച്ചേരച്ചനും ഞാനും ഞങ്ങളുടെ കൂടെ ബഹുമാനപ്പെട്ട ജോൺസൺ തെക്കോടിൽ എന്ന അച്ഛനും ഉണ്ടായിരുന്നു. ജോൺസൺ അച്ഛൻ 2-3 പ്രാവശ്യം പല പ്രാവശ്യം നമുക്ക് വചനം തന്നിട്ടുള്ള ആളാണ്. മഡഗാസ്കറിനെ കുറിച്ച് പ്രത്യേകമായ വിധത്തിൽ നമ്മളെ ഒക്കെ ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ള. ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയി തിരിച്ചു വരുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ജോൺസൺ അച്ഛൻ പറഞ്ഞു, നമുക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാമെന്ന്. പ്രിയപ്പെട്ടവരെ ഓർക്കണം, ഇങ്ങനെ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട ജോൺസൺ തെക്കോടിൽ അച്ഛൻ പറഞ്ഞു, നമുക്ക് ജപമാല പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ച് യാത്ര ചെയ്യാം. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് പോന്നു. പ്രിയപ്പെട്ടവരെ ഓർക്കുക, അത് ആത്മീയമായ നിറവിന്റെ ലക്ഷണമാണ്, സുഭിക്ഷതയുടെ ലക്ഷണമാണ്. ശുഷ്കതയുടെയോ
ഭിക്ഷയാചിക്കുന്നതിൻ്റെയോ അടയാളമല്ല. പ്രിയപ്പെട്ടവരെ ഓർക്കുക, കർത്താവ് യേശുമിശിഹ നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് ആത്മീയ ഭിക്ഷക്കാരാകാനല്ല, നേരെ മറിച്ച് ആത്മീയമായിട്ട് നമ്മൾ ഓരോരുത്തരും മില്യനേഴ്സ് അല്ല ബില്യനേഴ്സായി കോടീശ്വരന്മാരായി തീരാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മളെ വിളിച്ചിട്ടുള്ളത്. ഉറക്കെന്ന് പറയാൻ നമുക്ക് ഹല്ലേലൂയ. അതുകൊണ്ട് ഭിക്ഷക്കാരാകരുത്. എങ്ങനെ ആത്മീയമായി ഭിക്ഷക്കാരാകുക എന്ന് പറഞ്ഞാല് കൊന്ത ചൊല്ലില്ല, ജപമാല ചൊല്ലാൻ അറിയില്ല, കുംഭസാരമില്ല, കുർബാനയില്ല, വചനവായനയില്ല, സ്പിരിച്വൽ റീഡിങ്സ് ഒന്നും തന്നെ ഇല്ല, പിന്നെ നല്ല വർത്തമാനങ്ങളില്ല, സ്നേഹപ്രകരണങ്ങളില്ല, സുഹൃദയങ്ങളില്ല, ഇതൊക്കെ കൂടെ ഇല്ലെന്നായാൽ ഒരാൾ ആത്മീയമായിട്ട് ഭിക്ഷക്കാരനായിട്ട് തീരും. ഭൗതികമായി നോക്കിയാൽ അങ്ങനെയല്ലേ പ്രിയപ്പെട്ട ഭിക്ഷക്കാരനായിട്ട് ആയിത്തീരുന്ന എങ്ങനെയാ? ആദ്യം ജോലി നഷ്ടപ്പെട്ടാല്, പിന്നെ വല്ല ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കഴിയുമ്പോൾ, അത് കഴിഞ്ഞാലോ പറമ്പ് വിറ്റ് വീട് വിൽക്കേണ്ടി വരുന്നു, ഒന്നുമില്ലാതായി തെരുവിലേക്ക് ഇറങ്ങുന്നു, വഴിയിലിരിക്കുന്നു, ഭിക്ഷ യാചിക്കേണ്ടി വരുന്നു. മനസ്സിൽ തൊട്ട് അച്ഛന് പറയാനുള്ള ഇതാണ്, നമുക്കൊക്കെ പ്രിയപ്പെട്ടവര് നമ്മുടെ മുന്നില് ആത്മീയ ജീവിതത്തിന്റെ വലിയ പെട്ടിക്കടയല്ല, സൂപ്പർ മാർക്കറ്റുകൾ കർത്താവ് യേശുമിശിഹ തുറന്നിട്ട് തന്നിട്ടുണ്ട്. ആത്മീയ ജീവിതത്തിന്റെ സൂപ്പർ മാർക്കറ്റുകൾ. അതുകൊണ്ട് അതൊക്കെ കണ്ടില്ല എന്ന് നടിച്ച് ഭിക്ഷക്കാരാകരുത്. അതിലേക്ക് പ്രവേശിച്ച് നമ്മൾ ആവശ്യമുള്ളതൊക്കെ എന്ന് വെച്ചാൽ ആവശ്യമുള്ളതിൽ കൂടുതൽ ആത്മീയമായ വസ്തുക്കൾ വാങ്ങണം. വിശുദ്ധ കുർബാന, കുംഭസാരം, വിശുദ്ധ വചന വായന, ധ്യാനം, ജപമാല പ്രാർത്ഥന, സുഹൃദയങ്ങൾ, ആത്മീയ പുസ്തകങ്ങളുടെ വായന, വിശുദ്ധരുടെ ജീവചരിത്ര വായന, ഇങ്ങനെ ഉള്ള സൂപ്പർ മാർക്കറ്റുകൾ കർത്താവ് നമുക്കിതാ തുറന്നിട്ട് തന്നിരിക്കുന്നു. ആത്മീയ ഭിക്ഷക്കാരാകരുത്. ആത്മീയമായി സുഭിക്ഷതയുള്ള ജീവിതം നയിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഉറക്കെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞത്, നമുക്ക് ഈ വചനം എത്ര പ്രാവശ്യം ശ്രവിച്ചിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും പുതിയ വെളിപ്പെടുത്തലുകളും പുതിയ ഉൾക്കാഴ്ചകളും ദൈവവചനം നമുക്ക് ഓരോരുത്തർക്കും തരും. പിന്നെ പറയുന്നത് ഇങ്ങനെ, ഇപ്പൊ രണ്ട് കാര്യമാണ് നമ്മൾ മനസ്സിലാക്കിയത്. എന്താണ് വഴിയരികെന്നും അതെന്തിനുള്ളതാണെന്നും ഭിക്ഷ യാചിക്കുന്നെന്ന് പറഞ്ഞാൽ എന്താണെന്നും ആത്മീയമായ വിധത്തിൽ അതിനെ നമ്മൾ മനസ്സിലാക്കിയാൽ എന്താണെന്നും. മൂന്നാമതായിട്ട് കാണുന്നത്, കുരുടനാണ് ഇരുന്നത്. എങ്ങനെയാണ് അയാൾ കുരുടനായി തീർന്നത്? ജന്മനായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിലായിരിക്കാം, എന്തെങ്കിലും സംഭവിച്ചിട്ടാകാം. ജന്മനാൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, പാരമ്പര്യമായിട്ട് പ്രാർത്ഥനയില്ല, കുടുംബ പ്രാർത്ഥനയില്ല, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കലില്ല, വിശുദ്ധ വായനയില്ല, ധ്യാനമില്ല, ഒന്നുമില്ല. പാരമ്പര്യമായിട്ട് പല കുടുംബങ്ങളിലും അങ്ങനെയാണ്, നമുക്കറിയാം. അവരൊക്കെ കുരുടന്മാരാണ്. അതാണ് ഒരു കുരുടൻ വഴികളിൽ ഭിക്ഷ യാചിക്കുന്നൊക്കെ പറയുമ്പം സിമ്പിളായിട്ട് ലളിതമായിട്ട് അത് വായിച്ച് അങ്ങ് നമ്മൾ കടന്നു പോകരുത്. അത് പാരമ്പര്യമായിട്ട് അന്ധത വരുന്ന പല കുടുംബങ്ങളുണ്ട്. പാരമ്പര്യമായിട്ട് ആത്മീയമായ അന്ധത ബാധിച്ചിട്ടുള്ള ഒത്തിരിയേറെ ഭവനങ്ങളുണ്ടെന്ന് നമുക്കറിയാം. കാരണം എന്തേ? അപ്പനും അമ്മയ്ക്കും വിശ്വാസമില്ല, അവര് പള്ളിയിൽ പോവില്ല, അവർക്ക് ആത്മീയമായ ഒന്നുമില്ല. അപ്പൊ മക്കൾക്ക് അങ്ങനെയുള്ള മാതാപിതാക്കളിൽ നിന്ന് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല. അതുകൊണ്ട് ആത്മീയമായ അന്ധത, കുരുടൻ എന്ന് പറഞ്ഞാൽ അത് പാരമ്പര്യമായിട്ട് വരാം. ഇനി രണ്ടാമതായിട്ട്, ഇങ്ങനെ കുരുടനായി തീരുന്നത്, ആത്മീയമായിട്ട് കുരുടനായി തീരുന്നത് എങ്ങനെയാണ്? ചിലപ്പോൾ കുടുംബ പാരമ്പര്യം ഉണ്ടായിരിക്കും. മാതാപിതാക്കൾ പള്ളിയിൽ പോകുന്നവരും വിശ്വാസമുള്ളവരും പ്രാർത്ഥിക്കുന്നവരും കുടുംബ പ്രാർത്ഥനയൊക്കെ ഉള്ളവരായിരിക്കാം. എന്നാൽ ചില മക്കൾ, നമ്മൾ കേട്ടിട്ടില്ല, തനി മലയാളത്തിൽ പറയുമ്പോൾ തല തിരിഞ്ഞു പോയി എന്ന്. തല തിരിഞ്ഞു പോകുന്നു, ആത്മീയമായിട്ട് തല തിരിഞ്ഞു പോകുന്നു. കുടുംബ പ്രാർത്ഥന വേണ്ടെന്ന് വെക്കുന്നു, സമയത്തിന് വീട്ടിൽ വരില്ല, മോശമായ കൂട്ടുകെട്ടിൽപ്പെട്ടിട്ട്
അവരുടെ പ്രലോഭനത്തിൽപ്പെട്ടിട്ട് ദേവാലയത്തിൽ പോവില്ല, കുർബാനയിൽ പങ്കെടുക്കില്ല, കുംഭസാരം വേണ്ടെന്ന് വെക്കുന്നു, ബൈബിൾ വായിക്കില്ല, ആത്മീയ പുസ്തകങ്ങൾ വായിക്കില്ല, സുഹൃദേപങ്ങൾ ഇല്ലാതായിത്തീരുന്നു. ഇതൊക്കെ വേണ്ടാന്ന് വെക്കുന്നതെന്ന് മാത്രമല്ല, കുരുടത്വത്തിലേക്ക് വരുന്നത്, ആത്മീയമായ അന്ധതയിലേക്ക് വരുന്നത് ഇങ്ങനെയാണ്. തിന്മയുള്ള പുസ്തകങ്ങൾ, ബൈബിൾ ആത്മീയ പുസ്തകം വായിക്കുന്നതിന് പകരം പാപകരമായ തിന്മയിലേക്ക് നയിക്കുന്ന പുസ്തകങ്ങൾ വായിക്കുന്നു. അങ്ങനെയുള്ള കാഴ്ചകൾ കാണുന്നു, അങ്ങനെയുള്ള കൂട്ടുകെട്ടുകൾപ്പെടുന്നു. ഒരു വ്യക്തി ആത്മീയമായി അന്ധത ബാധിക്കാൻ വേറെ ഒന്നും വേണ്ട. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ രണ്ടു തരത്തിൽ ആ കുരുടൻ എങ്ങനെ കുരുടനായി തീർന്നുവെന്ന് ചിലപ്പോൾ പാരമ്പര്യമായിട്ടായിരിക്കാം, ചിലപ്പോൾ സ്വന്തം പ്രവൃത്തിയോ ജീവിതശീലങ്ങളോ ശൈലികളോ മൂലമായിരിക്കാം. ഉറക്കെന്ന് പറയാൻ നമുക്ക് ഹല്ലേലൂയ, സ്വരമുയർത്തി പറയാൻ നമുക്ക് ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അച്ഛൻ ഇങ്ങനെ ഓരോ ചെറിയ വാക്യങ്ങൾ എടുത്തുകൊണ്ട് വിശദീകരിച്ച് പറയാനുള്ള കാരണം ഇതാണ്. കർത്താവ് ഇന്ന് പ്രേരിപ്പിച്ചു. ഈ വചനം ഒത്തിരിയേറെ പ്രാവശ്യം ഞാനും നമ്മളൊക്കെ വായിച്ചിട്ടും കേട്ടിട്ടുള്ളതാണ്. പക്ഷേ അതിന്റെ ഓരോ വരികളുടെയും ആന്തരാർത്ഥങ്ങൾ മനസ്സിലാക്കണം. ആത്മാവിന്റെ പ്രേരണ ലഭിച്ചതുകൊണ്ട് മാത്രമാണ് അച്ഛൻ ഇന്നിങ്ങനെ വിശദീകരിച്ച് അത് ഓരോ വാക്കുകളെ കുറിച്ച് പറയാനായിട്ട് കാരണം. അപ്പൊ 3 കാര്യമാണ് നമ്മൾ മനസ്സിലാക്കിയത്. എന്താണ് വഴിയേരുക എന്ന് വെച്ചാൽ, രണ്ടാമതായിട്ട് ഭിക്ഷയാചിക്കുക, ആത്മീയമായ ഭിക്ഷയാചിക്കുക എന്ന് പറഞ്ഞാൽ. 3, എങ്ങനെയാണ് ഇയാൾ അന്ധനായത്, കുരുടനായത്? ഒന്നുകിൽ പാരമ്പര്യം വഴിയായിട്ട്, അല്ലെങ്കിൽ സ്വന്തം ജീവിത ശൈലികളും ശീലങ്ങളും മൂലമായിട്ട്. ഇനി 4മതായിട്ട് നമ്മൾ വായിക്കുന്നത്, മനസ്സിലാക്കുന്നത്, ധ്യാനിക്കുന്നത് എങ്ങനെയാണ്? ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ അന്വേഷിച്ചു. അതായത് പ്രിയപ്പെട്ടവരെ, അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പെട്ടെന്നൊരു സംഭവം പറഞ്ഞാൽ നമുക്ക് വേഗം മനസ്സിലാക്കാം. വിശുദ്ധ അഗസ്തീനോസ് ഇതാ ഇങ്ങനെ അന്ധനായി, സ്വന്തം പ്രവൃത്തികൾ മൂലം കൂട്ടുകാരുടെ കൂടെ കൂടി ജീവിതം നശിപ്പിച്ചത് മൂലം ആത്മീയമായി അന്ധത ബാധിച്ച വ്യക്തിയായിരുന്നു വിശുദ്ധ അഗസ്തീനോസ്. അദ്ദേഹത്തിന് പാരമ്പര്യമായിട്ട് അന്ധത ബാധിച്ചതല്ല. കാരണം അദ്ദേഹത്തിന്റെ അമ്മ മോനിക്ക പുണ്യവതി ജീവിതകാലം മുഴുവൻ പ്രാർത്ഥിച്ച് ജീവിച്ച ആത്മീയ ജീവിതം നയിച്ച വ്യക്തിയാണ്. അപ്പോൾ അഗസ്തീനോസിന് ആത്മീയമായി അന്ധനായി തീർന്നത് അത് പാരമ്പര്യം വഴിയായിട്ടല്ല, ജീവിതശീലങ്ങൾ കൊണ്ടും ശൈലികൾ കൊണ്ടുമാണ്. നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ശൈലീ രോഗങ്ങൾ, ശീല രോഗങ്ങൾ എന്ന്. അപ്പൊ ജീവിത ശൈലികളിലെ ഭക്ഷണക്രമത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മൂലമുള്ള രോഗങ്ങളെന്ന്. അപ്പൊ അഗസ്തീനോസ് ആത്മീയമായി അന്ധനായി തീർന്നത് അദ്ദേഹത്തിന്റെ ശീലങ്ങൾ മൂലമാണ്. കൂട്ടുകാരുടെ കൂടിയും മദ്യപിച്ച് മയക്കുമരുന്ന് ഉപയോഗിച്ച് ശാരീരികമായും ലൈംഗികമായും ഒക്കെ തിന്മ ചെയ്ത് അങ്ങനെ ഉണ്ടാക്കി, അങ്ങനെ ആത്മീയമായി അന്ധനായി തീർന്നു ഈ അഗസ്തീനോസ്. എന്നാൽ ഒരു കുറച്ച് നാളെന്നോ വർഷങ്ങളോ കഴിഞ്ഞപ്പോൾ ഇതാ ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നത് അവൻ അന്വേഷിച്ചു. എന്ന് വെച്ചാൽ കുറെ വർഷം കഴിഞ്ഞപ്പോൾ, കുറച്ച് നാളുകളോ കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ, ആ മനുഷ്യനിൽ നിന്നും ഉള്ളിന്റെ ഉള്ളിൽ കെടാതെ കിടന്നിരുന്ന ചെറിയ തീപ്പൊരികൾ ഇതാ ഉണർന്നെഴുന്നേൽക്കുന്നു. ആത്മീയ ജീവിതത്തിന്റെ തീപ്പൊരികൾ വീണ്ടും ഉണരാൻ തുടങ്ങിയതുകൊണ്ട്, കത്താൻ തുടങ്ങിയപ്പോൾ അയാൾ ചോദിച്ചു, ഇതെന്താ സംഭവിക്കുന്നത്? അഗസ്തീനോസും ചോദിച്ചു, ഇതെന്താ സംഭവിക്കുന്നത് കുരുടനായിട്ട്? പ്രിയപ്പെട്ടവരെ, ഓർക്കണം, കുറെ നാൾ കഴിഞ്ഞിട്ടാണ്, വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അഗസ്തീനോസ് തിരിച്ചു വന്ന് വിശുദ്ധ അഗസ്തിയായി തീരുന്നത്. അപ്പൊ നമ്മൾ പ്രിയപ്പെട്ടവരെ, എന്താണ് സംഭവിക്കുന്നതെന്ന് അന്വേഷിക്കാൻ ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും ഒരു ദൈവസ്വരം ഉണ്ടായിരിക്കും. എത്ര തിന്മയിലൂടെ ജീവിച്ചാലും, ആത്മീയമായ അന്ധത ബാധിച്ചാലും. അപ്പോൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ ഓരോരുത്തരും മനസാക്ഷിയുടെ സ്വരം ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും കടന്നു വരാനും
നമ്മുടെ അടഞ്ഞുപോയ അല്ലെങ്കിൽ അന്ധത ബാധിച്ച, തിമിരം ബാധിച്ച നമ്മുടെ ആത്മീയമായ കണ്ണുകൾക്ക് പുതിയ കാഴ്ച ലഭിക്കുകയും ചെയ്യും. തുറക്കെന്ന് പറയാൻ നമുക്ക് ഹല്ലേലൂയ, സ്വരമുയർത്തി പറയാൻ നമുക്ക് ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ അന്വേഷിച്ചു എന്ന്. നമ്മൾ അന്വേഷിക്കുന്നവരാകണം, കർത്താവിനെ അന്വേഷിക്കുന്നവരാകണം. അച്ഛനറിയാം, ഇന്ന് ഈ വചനഭാഗം മുഴുവൻ ഇതുപോലെ വ്യാഖ്യാനിക്കാൻ നമുക്ക് സാധിക്കില്ല, സമയം കിട്ടില്ല. എങ്കിലും ഇപ്പൊ കുറച്ച് 2-3 വചനങ്ങളെ നമ്മൾ ശ്രമിച്ചുള്ളൂ. പക്ഷേ നമ്മൾ അന്വേഷിക്കുന്നവരാണ്. വിശുദ്ധ അഗസ്തീനോസ് അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ച് എന്ത് സംഭവിച്ചു? പാപത്തിൽ നിന്ന് നന്മയിലേക്ക് വരാനും തിന്മകൾ ഉപേക്ഷിക്കാനും വിശുദ്ധനായി തീരാനും സാധിച്ചു. അന്വേഷിക്കണം. കർത്താവിനെ അന്വേഷിക്കുന്ന വ്യക്തികളായി തീരണം നമ്മൾ ഓരോരുത്തരും. ഈ അന്ധയാചകൻ അന്വേഷിച്ചു, എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ചോദിച്ചാൽ ആരാ പോകുന്നത്, എങ്ങനെയാ കാര്യം, അന്വേഷിച്ചു. പ്രിയപ്പെട്ടവരെ, എന്ന് ആത്മീയ ജീവിതത്തിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ അന്വേഷണങ്ങൾ നിലയ്ക്കുന്നോ അന്ന്, അച്ഛൻ അടിവരയിട്ട് ആവർത്തിച്ച് പറയുകയാണ്, ആത്മീയ ജീവിതത്തിന്റെ അന്വേഷണങ്ങൾ നിലയ്ക്കുന്ന അന്ന് ആത്മീയ വളർച്ച നിന്നുപോകും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും എന്നും ആത്മീയമായിട്ട് കർത്താവിനെ 10 മടങ്ങ് തീക്ഷ്ണതയോടെ അന്വേഷിക്കുന്നവരാകണം. അതല്ലേ അച്ഛൻ ഇന്ന് തുടക്കത്തിലെ പറഞ്ഞ വചനം, അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാനത് ഭക്ഷിച്ചു എന്നാണ്. അന്വേഷിച്ചു. ജെറമ്യാ പ്രവാചകൻ കർത്താവിന്റെ വചനം അന്വേഷിച്ചു, ദൈവവചനം അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തി അദ്ദേഹം അത് ഭക്ഷിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അച്ഛൻ ഇന്ന് ഇവിടെ നിർത്തുകയാണ്. കാര്യം 4 കാര്യങ്ങളെ നമ്മൾ ഇന്ന് ധ്യാനിച്ചിട്ടുള്ളൂ എങ്കിലും അതൊക്കെ നമ്മുടെ ഹൃദയത്തെ, മനസ്സിനെ തൊടണം. എന്നും ദൈവാന്വേഷകരായി തീരാൻ ഈശോ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കലും ആത്മീയ ജീവിതത്തിന്റെ വഴിയരികിൽ ഇരിക്കരുത്. ഇരുന്ന് ഭിക്ഷയാചിക്കേണ്ടവരല്ല നമ്മൾ. നമുക്ക് മുന്നിൽ കർത്താവ് വലിയ ഷോപ്പിംഗ് മാളുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, ആത്മീയ ജീവിതത്തിന്റെ സൂപ്പർ മാർക്കറ്റുകൾ തുറന്നു തന്നിട്ടുണ്ട്. ആ കർത്താവിനെ 2 കരങ്ങളും തുറന്നു പിടിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. അഭിഷേകത്താൽ കർത്താവെ എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, മക്കളെ അനുഗ്രഹിക്കണമേ, മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ, യുവതിയുവാക്കളെ അനുഗ്രഹിക്കണമേ, വിദ്യാർത്ഥികളെ അനുഗ്രഹിക്കണമേ, കൊച്ചുകുട്ടികളെ അനുഗ്രഹിക്കണമേ, ഗർഭസ്ഥ ശിശുക്കളെ അനുഗ്രഹിക്കണമേ, വയോവൃദ്ധരെ അനുഗ്രഹിക്കണമേ, രോഗികളെ അനുഗ്രഹിക്കണമേ, രോഗികൾക്ക് സൗഖ്യം നൽകണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.